ഈ ഒരു കളർ ജോർജറ്റ് മെറ്റീരിയലിൽ കുർത്തിയുടെ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ കുർത്തിയിൽ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഷോളും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോൾ സ്കാലപ്പാണ് കൊടുക്കുന്നത്. രണ്ട് സൈഡിൽ രണ്ട് കളറായിട്ടാണ്, ഒന്ന് പിങ്കും ഒന്ന് റെഡും ആയിട്ടാണ് കൊടുത്തെടുക്കുന്നത്. സ്കാലപ്പ് ചെയ്തെടുത്തതിൻ്റെ മുകളിലായിട്ട് ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ സ്കാലപ്പ് കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കൂടെ തിക്കായിട്ട് എനിക്കിരിക്കുന്ന പോലെ ഫീൽ ആവുന്നുണ്ട്. ഞാൻ പൊതുവെ അങ്ങനെയാണ് സ്കാലപ്പ് ചെയ്തെടുക്കാറുള്ളത്. സ്കാലപ്പ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇതുപോലത്തെ സോൾഡറിങ് ആണ് ഉപയോഗിച്ചാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതല്ലെങ്കിൽ സിസേഴ്സ് ഉപയോഗിച്ചും കട്ട് ചെയ്തെടുക്കാം. ഇതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലത്തെ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനാണ് കൊടുത്തെടുക്കുന്നത്. ഈ ഡിസൈൻ നേരത്തെ ഞാനൊരു ബ്ലാക്ക് ജോർജറ്റ് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിസൈൻ കണ്ടിട്ടാണ് കസ്റ്റമറിന് അതുപോലത്തത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കാണിക്കുന്ന പോലെയാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇപ്പോൾ ഷോൾഡറിൻ്റെ ഒരു പോർഷനിലായിട്ടാണ് ഇതുപോലെ ഫ്ലവേഴ്സ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കുർത്തിയും കൂടി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ലെഫ്റ്റ് സൈഡിലും ഒന്ന് റൈറ്റ് സൈഡിലും ആയിട്ടാണ് വർക്ക് വരുന്നത്. അതിൻ്റെയും സ്ലീവ്സിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ വർക്കൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഷോൾ സ്കാലപ്പ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഷോളിൻ്റെ രണ്ട് സൈഡിലും രണ്ട് കളറാണ്, ഒന്ന് റെഡും ഒന്ന് പിങ്കും ആണ് കൊടുത്തേക്കുന്നത്. ആ ഫ്ലവേഴ്സിൻ്റെ കളറിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലായിട്ടാണ് ഷോളിൻ്റെ രണ്ട് സൈഡിലും സ്കാലപ്പ് കൊടുത്ത് എടുത്തിട്ടുള്ളത്.